ഈ കള്ളവാറ്റിനെ താവളമാക്കിയത് ശ്മശാനം എങ്ങനെ ഇരിക്കുന്നു? തൃശൂർ കോടശ്ശേരിയിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരും ഞെട്ടി. ശ്മശാനത്തിലെ താവളത്തിൽ നിന്ന് പിടിച്ചെടുത്തത് 150 ലിറ്റർ കോടയും വാറ്റുപകരണവും. വെള്ളം നമുക്ക് പുറമേ MS ലിഷോയ് ചേർന്നു കൂടെ. ഗുഡ് മോർണിംഗ് ലിഷോയ്. ഈ നമ്മുടെ ഇന്നത്തെ പരമ്പര കൊലപാതകങ്ങളുടെ ചുരുളഴിയുന്ന കഥകളെക്കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ ആ പരമ്പരയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രേക്ഷകരോട് പറയായിരുന്നു ലിഷോയ്, ഒരു മുറിയിൽ നിന്ന് ഒരു മുറിയിലേക്ക് രാത്രിയിൽ പോകാൻ പേടിയുള്ള എൻ്റെയൊക്കെ അവസ്ഥ ഈ കഥ പറയുമ്പോൾ കുറച്ച് പരിതാപകരമായിരിക്കുമെന്ന്. ശ്മശാനത്തിലൊക്കെ ഇത് കൊണ്ടുപോയി സൂക്ഷിക്കുക, വാറ്റ് നടത്തുക, വാറ്റുക, ഇതൊക്കെ സമ്മതിക്കണം അല്ലേ? തീർച്ചയായും ചാലക്കുടി കോടശ്ശേരിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ മോത്തി പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ പേടിയുള്ള ആളുകൾ ആരും ആ ഭാഗത്തേക്ക് പോവുകയില്ല. വലിയ ശല്യമൊന്നും ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്ഥലം അവർ തിരഞ്ഞെടുത്തത്. ഈ ശ്മശാനത്തിൽ, കോടശ്ശേരിയിലെ ഈ ശ്മശാനത്തിൽ അധികം ആളനക്കമൊന്നും ഇല്ലാത്തൊരു പ്രദേശത്താണ്. അതിനോടൊപ്പം തന്നെ ഈ ശ്മശാനത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒരു ഈ മുറിയിലാണ് ഇത്തരത്തിൽ ഈ വാറ്റുപകരണങ്ങളും വാഷുമെല്ലാം തന്നെ ശേഖരിച്ചു വെച്ചിരുന്നത്. ഈ മുറി കുറേ നാളുകളായി തുറക്കാറില്ല എന്നാണ് ഇതിൻ്റെ അധികൃതർ പറയുന്നത്. അങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. അങ്ങനെ എക്സൈസിനെ ഇവർ വിവരം അറിയിക്കുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാത്രിയിലൊക്കെ വാറ്റുകയാണെങ്കിലും ഒരു ചെറിയ വെളിച്ചമൊക്കെ കണ്ടാലും എന്തായാലും ഈ ശ്മശാനമായതിനാൽ തന്നെ ആ ഭാഗത്തേക്കൊന്നും ആരും പോവില്ല. അതുകൊണ്ട് വാറ്റുന്ന ആളുകൾക്ക് അതൊരു സൗകര്യമാണ്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കാം ഒരു പക്ഷേ ശ്മശാനത്തിലൊക്കെ ഇങ്ങനെ കള്ളവാറ്റ് നടത്തുന്ന ഒരു സംഭവം. എന്തായാലും ഞാൻ ആദ്യമായാണ് ഇങ്ങനെ സംഭവം. ലിഷോയ് പറഞ്ഞതുപോലെ അവിടുത്തെ വെളിച്ചവും വെട്ടവും ഒക്കെ കണ്ടിട്ടുണ്ടാവണം. അപ്പോഴൊക്കെ ആ നാട്ടുകാരിൽ ചിലരെങ്കിലും കരുതി കാണും ഇതേതോ ഒരു പ്രേത സാന്നിധ്യമായിരിക്കുമെന്ന്. അങ്ങനെ പലപ്പോഴായി വിട്ടുകളഞ്ഞിട്ടുണ്ടാവാം. തീർച്ചയായും എന്തായാലും ശ്മശാനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വെളിച്ചമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഉള്ളിൽ ഭയമുള്ള ആരും എന്തായാലും അവിടെ പോയി നോക്കില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത് ഒരു ഇത്തരത്തിലൊരു കാര്യം അതൊരു അവസരമായി കണക്കാക്കി അവർ അത് തുടർന്നതുമെന്നും. എന്തായാലും എക്സൈസിന് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആരാണിത് ചെയ്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആ സൂചനകൾ പ്രകാരം ആ പ്രതികളിലേക്ക് വൈകാതെ തന്നെ എത്തുമെന്നാണ് ചാലക്കുടിയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരി.